നിങ്ങളെ തോൽപ്പിക്കാൻ എന്തിനാണ് ഇപ്പൊ ആ കൊച്ചിനെ കൊല്ലുന്നത്? എടോ, അവര് കൊല്ലും. നമ്മൾ കൊന്നതാണെന്ന് വരുത്തി തീർക്കും. ഞാനാണ് അക്ഷരപ്പുരയിലെ ആൽക്കഹോൾ രാജാവ്. അവളാണ് അങ്ങനെ എഴുതിയത്. താനാണ് അവളെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത്. അവളെ കൊണ്ട് പരാതി എഴുതിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. കൊന്നത് നമ്മളാവില്ലേ? ജയിലിൽ പോയി കിടക്കണോ? പടച്ചോനെ, അതാണ് പട്ടരുടെ ബുദ്ധി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വാസേട്ടനെയും കൂട്ടി ഞാൻ തന്നെ കൂടെ പോയി അവളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചു. പത്രത്തിലെ ജോലി രാജിവെപ്പിച്ചു. വാസുവേട്ടന്റെ വീട് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അത് നന്നായി. വലിയ മനസ്സാ തമ്പ്രാൻകുട്ടിയെ. അല്ലാഹ് കാക്കട്ടെ. Look, Mr. Anvaraman, politics and politicians influence through corruption. ഞങ്ങളുടെ കമ്പനിയുടെ നിലനിൽപ്പ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിലാണ്. ഒരു പത്രം കയ്യിലുണ്ടെങ്കിൽ അത് കുറെ കൂടെ സ്ട്രോങ് ആവും. ഇവിടെയാണ് ഞങ്ങൾക്കൊരു പത്രം ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പത്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ പത്രം തുടങ്ങി സ്വാധീനം ഉണ്ടാക്കുന്നതിനേക്കാൾ പാരമ്പര്യമുള്ളൊരു പത്രം സ്വന്തമാക്കുന്നതല്ലേ നല്ലത്? വാട്ട് യു മീൻ ബൈ ദാറ്റ്? മലയാള ശബ്ദം പത്രം, അതായത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന പത്രം. ആ പത്രത്തിന്റെ ഷെയർസ് വാങ്ങിക്കണം. വിൽക്കാൻ ആൾക്കാരുണ്ട്, വലിയ വിലയൊന്നുമില്ല. ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, എന്നെ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആക്കണം. നാച്ചുറലി നിങ്ങൾ MD ആകണം. അതൊരു ഫേവർ അല്ല, ഞങ്ങളുടെ ആവശ്യമോ. താങ്ക് യു. ഇംപോസിബിൾ. വീട് എഴുതി തരാനോ? എന്താപ്പാ നീ പറയുന്നത്? നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്ത് പറയുന്നു വിജയലക്ഷ്മി തമ്പുരാട്ടി? എനിക്ക് എഴുതി തരാൻ പറ്റുമോ? അപ്പാ, ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? എനിക്കല്ല ഭ്രാന്ത്. മൂത്ത് നിറച്ചിട്ടും വീടും കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ നിനക്കാ ഭ്രാന്ത്. എഴുതി തരുന്നോ ഇല്ലയോ ഈ പറയണത് എനിക്ക്? ഒരു മുദ്രപത്രത്തിന്റെ കാര്യല്ലേ കുഞ്ഞെ. എഴുതിത്തരാം, എഴുതിത്തരാം. സമാധാനം കിട്ടട്ടെ. എന്റെ വിഷ്ണുമായേ, വിഷ്ണുമായേ, കാണുന്നില്ല ഇതൊക്കെ? ജെന്റിൽമെൻ, മേജർ ഷെയർസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. വിശ്വലക്ഷ്മി തമ്പുരാട്ടി, പാർവതി മേനോൻ, രവിവർമ്മ, രാമവർമ്മ, സുദർശന ആൻഡ് ഹെർ ബ്രദർ, ഇത്രയും പേരുടെ കയ്യിലാണ് ബാക്കിയുള്ള ഷെയർസ്. ഈ നീക്കങ്ങളൊന്നും ഇതുവരെ ഇപ്പോഴത്തെ MD രാമവർമ്മ അറിഞ്ഞിട്ടില്ല. രാമവർമ്മയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ നിയമിക്കണമെന്ന ആവശ്യം ഒപ്പിട്ട് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ദാറ്റ് മീൻസ് നാളെ മുതൽ മലയാള ശബ്ദത്തിന്റെ MD ഞാനായിരിക്കും. അല്ല, ഇന്നു മുതൽ ഞാനാണ് മലയാള ശബ്ദത്തിന്റെ MD. എനിക്കടാ ലാസ്റ്റ്. മേജർ ഷെയർസ് മുഴുവൻ എന്റെ പേരിലായി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ബോംബെയിലെ മൾട്ടിനാഷണൽ കമ്പനി, ഇത് മുഴുവൻ എന്റെ ആൾക്കാരാണ്. ഇത് ഞാൻ നിനക്ക് വിരിച്ച വലയാണ്. നീ എന്റെ ചേട്ടൻ രാമവർമ്മയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ്. ഇനി അത് പടരാൻ ഞാൻ സമ്മതിക്കില്ല. കത്തിച്ചു കളയുന്ന ഞാൻ. ഗെറ്റ് ഔട്ട്. പരിതേ. താങ്ക് യു ആൾ. താങ്ക് യു. മോനെ, നീയാണ് ശരി. അതാ നീ ജയിച്ചത്. നിന്നെ ജയിപ്പിച്ചോ അപ്പനെ തോൽപ്പിച്ചോ അച്ഛൻ ഇനി ഈ കസേരയിൽ ഇരിക്കുന്നത് ശരിയല്ല. മലയാള ശബ്ദത്തെ നീ രക്ഷിച്ചു. നീയാ മോനെ ഇനി ഇവിടെ ഇരിക്കേണ്ടത്. അച്ഛനുണ്ട് കൂടെ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മിസ്റ്റർ രവിവർമ്മ, നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. താനാരാ ഇത് പറയാൻ? ഞാൻ ആരും ആയിക്കോട്ടെ, ഈ വീടിന്റെ ഉടമസ്ഥൻ രാമവർമ്മ പെറ്റീഷൻ തന്നിട്ടുണ്ട്. ഉടമസ്ഥൻ രാമവർമ്മയോ? ഇത് ഞങ്ങളുടെ വീട് അല്ല, എന്റെ വീട്. പത്രം നീ പിടിച്ചടക്കിയില്ലേ? വീട് ഞാൻ പിടിച്ചടക്കി.
അപ്പ അവനോട് ഇങ്ങനൊന്നും കാണിക്കരുത്. ഈ മുറ്റത്ത് ഞാൻ കേട്ടില്ല തണ്ടിയെ. കാണുമെങ്കിലേ അവിടെ പോയി കണ്ടോണം. ഇറങ്ങിപ്പോയപ്പോ തിരിച്ചു വിളിച്ചു. തിരിച്ചു വന്നപ്പോ കയറി വാ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ മുത്തശ്ശി? അങ്ങനെയൊക്കെ ആയിപ്പോയി മോനെ. ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയത്. ഒരിക്കലും ഞാൻ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല മുത്തശ്ശി. പ്രസ് ഞാൻ പിടിച്ചെടുത്തതല്ല, രക്ഷിച്ചതാ കൈവിട്ട് പോകാതിരിക്കാൻ. അതിനെന്നെ ശിക്ഷിക്കുക അപ്പേട്ടൻ. മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ വരുമ്പോ വീട്ടുവാതിൽക്കൽ പോലീസ് തടുക്കുക. സ്റ്റുപ്പിഡ്. അപ്പേട്ടാ ഞാൻ പോവാ. വൈരാഗ്യത്തോടെ അല്ല, അപ്പേട്ടൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തോടെ. അണ്ണാ, മുത്തശ്ശിക്കാണ് ഇത്തവണത്തെ ജ്ഞാനപീഠ അവാർഡ്. ആണോ അച്ഛാ? അതേ മോനെ. ആ, മുത്തശ്ശി മുത്തശ്ശി അച്ഛാ, മുത്തശ്ശി മെസ്സേജ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട് അച്ഛാ. അണ്ണാ ഒരു മിനിറ്റ്, ഒരു അത്യാവശ്യം. ചിത ഒരുക്കാൻ പോയതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുക. തടഞ്ഞു വെച്ചിരിക്കുന്ന ആരെ? ഏട്ടൻ തമ്പുരാൻ ഫ്ലാറ്റ് കെട്ടാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടത്രേ. അനന്തരാമനാ പറഞ്ഞത്. അവിടെ ചിത ഒരുക്കാൻ പറ്റില്ല എന്ന്. ആ ബോട്ട് കോൺട്രാക്ടർ വിക്ടർ രാജിന്റെ ആൾക്കാരും ഉണ്ട്. വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ പോയില്ല. വേണ്ട കുഞ്ഞെ, വഴക്കിനൊന്നും പോകണ്ട. എല്ലാം പോലീസ് വന്ന് തീരുമാനിക്കട്ടെ. അത് മതി കുഞ്ഞെ, അത് മതി. അതെ, പോലീസ് വരട്ടെ. മഹാരാഷ്ട്ര ബിൽഡേഴ്സിൽ നിന്നും 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി ഫ്ലാറ്റ് കെട്ടാൻ സമ്മതിച്ച് തന്റെ ജ്യേഷ്ഠൻ രാമവർമ്മ ഒപ്പിട്ട് തന്ന എഗ്രിമെന്റ് ആണിത്. തന്റെ മുത്തശ്ശിയെ ശവം കത്തിച്ച് കളയാനുള്ള പ്രോപ്പർട്ടി അല്ലത്. ഇവിടെ ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് പണിയേണ്ടത്. ചത്തുപോയ കിളവിക്ക് സ്മാരകമല്ല. എന്ത് പറഞ്ഞടാ? എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ മുത്തശ്ശി ഇവിടെ സംസ്കരിക്കടാ.
എവിടെ പറയടാ, എന്റെ ചേട്ടൻ എവിടെയാണ്? പറയടാ, എന്റെ അപ്പേട്ടനെവിടെ? പറയാൻ പറ്റില്ലേ? ഇവനറിയാം എന്റെ അപ്പേട്ടൻ എവിടെ ഉണ്ടെന്ന്. കർമ്മം ചെയ്യാൻ എനിക്ക് എന്റെ അപ്പേട്ടൻ വേണം. മുരുക, ഈ വണ്ടിയും ട്രെയിനൊക്കെ എടുത്ത് മാറ്റടാ. വയ്യാണ്ടായിരിക്കുന്നു കുട്ടിയെ. വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഫ്ലാറ്റ് കെട്ടാൻ പോവത്രേ. മോളെ സുധു, മോളെ സുധു, മോളെ മോളെ മുരുക, അതങ്ങ് കൊടുത്തേക്ക്. 10 ലക്ഷം രൂപയല്ലേ അപ്പേട്ടന് അഡ്വാൻസ് വാങ്ങിച്ചത്? 20 ലക്ഷം തിരിച്ചു കൊടുത്തേക്ക്. നമ്മുടെ മുത്തശ്ശിയെ നമ്മുടെ സ്വന്തം മണ്ണി സംസ്കരിക്കണം. മഴ പെയ്യുന്നുണ്ടോ മോനെ? എനിക്കെങ്ങനെ തോന്നി. നീ അവളെ കാണാറുണ്ടോ?
അപ്പേട്ട, ഈ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങിപ്പോയപ്പോഴും കെട്ടിനകത്തെ തളത്തിലിരുന്ന് ഇതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു നമ്മുടെ മുത്തശ്ശി. യാത്ര പറയാൻ പോലും നമുക്കൊന്നിച്ച് നിന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പേട്ട. എഴുത്തുപുരയിലെ അനിയൻകുട്ടൻ ആൽക്കഹോൾ രാജാവായത്, കാശുണ്ടാക്കിയത്, പത്രം പിടിച്ചെടുത്തത് എനിക്ക് ജയിക്കാനല്ല, നമ്മുടെ മുത്തശ്ശിയെ ജയിപ്പിക്കാനാ. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിയുടെ ശരീരം സാക്ഷി നിർത്തി ഞാൻ പറയാ, എഴുത്തുപുര വീട്ടിലെ ആരും ഈ വീട് വിട്ടിറങ്ങിപ്പോവാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. പോകില്ല, പോകാൻ ഞാൻ സമ്മതിക്കില്ല. കാവി കൊണ്ട് മനസ്സ് മൂടാൻ നോക്കാതെ സുധു, നീ നിൽക്കുന്നത് നിന്റെ അനിയൻ ചേട്ടന്റെ മുമ്പിലാ. അല്ലാന്ന് പറയാൻ പറ്റുമോ നിനക്ക്? പറ്റുമോ സുധു?